ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, നോത്തുള്ള സെക്ഷൻ്റെ ദൈനംദിന ശാബ സ്കൂൾ പാഠപഠന പദ്ധതിയിൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ച് കൂടുവാനും ഈ ക്വാർട്ടറിലെ 6ാമത്തെ പാഠം നമുക്ക് ചിന്തിപ്പാനും വലിയവനെ ദൈവം നമുക്ക് നൽകുന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തതോടൊപ്പം ഈ പാഠം പഠിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഈ പാഠപഠനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടി ഇരിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് അകത്തെ ശത്രു എന്നതാണ്. ഈ അകത്തെ ശത്രു ആരാവുന്നുവെന്ന് നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ കഴിയും എന്താണ് ഈ പാഠത്തിൽ നാം പ്രതിപാദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നതെന്ന്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് പാഠപഠനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ല ദൈവമേ, തിരുനാമത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് ഇടങ്ങൾക്ക് അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അടിയങ്ങൾക്ക് ഒരുത്തുന്ന സമയത്തോത്തിനെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം അടിയങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാരുടെ സാന്നിധ്യം അടിയങ്ങൾ കൂടെ ഇരുന്ന് അടിയങ്ങൾ ചിന്തിക്കുന്ന ഓരോ വചനങ്ങളും അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതിലെ ആത്മീയദൂത് അടിയങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും അടിയങ്ങളോട് സഹായിക്കണം. ഈ പാഠത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും കഥ അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. മനമൊത്ത കഥ വന്നെടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിനെ നാം ചോദിക്കുമ്പോൾ കൃപ വെക്കണം. നല്ല ദൈവമേ, ആമേൻ. നാം ആമുഖത്തിൽ കാണുന്നത് ഇസ്രയേലിൻ്റെ സൈനിക വിജയമോ പരാജയമോ അവരുടെ ശക്തി കൊണ്ടോ അവരുടെ യുദ്ധതന്ത്രങ്ങൾ കൊണ്ടോ അവരുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മികവ് കൊണ്ടോ അല്ല എന്ന് നമ്മൾ മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇസ്രയേലിനെ ഏത് കാര്യങ്ങളിലും സഹായിക്കുന്നതും അവർക്ക് തുണ നിൽക്കുന്നതും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്നത് യഹോവയായ ദൈവമാണ്. കാരണം അവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് യഹോവയാണ്. അതിന് ഭൂമിയിലൊരു നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി മാത്രം മോശയെയും അതിനുശേഷം മോശയെയും തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു സൈനിക ശക്തിയല്ല, സൈനിക പരിശീലനം നേടിയവരല്ല, അത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ അഭ്യസിച്ചവരോ അത് മനസ്സിലാക്കിയിട്ടുള്ളവരോ അല്ല. എന്നാൽ പല സമയങ്ങളിലും അവർ പ്രതീക്ഷിക്കാത്ത വിജയം ലഭിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് അവരുടെ കഴിവോ മികവോ അല്ല, മറിച്ച് അവരുടെ സർവ്വസേനാധിപൻ എന്ന് പറയുന്നത് യഹോവയായ ദൈവമാണ് എന്ന് മുൻ ചരിത്രങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുവാനിടയിൽ തീർന്നു. എന്നാൽ പലപ്പോഴും ഇസ്രയേലിന് പരാജയം നേരിടുവാൻ ഇടയായ കാരണം എന്ന് പറയുന്നത് തൻ്റെ ജനമായ ഇസ്രയേൽ പലപ്പോഴും ദൈവത്തോട് ലംഘനം ചെയ്യുകയും ദൈവത്തിൻ്റെ ഉടമ്പടി നിരാകരിക്കുകയും അത് പാലിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്തവരായി തീരുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന അവസരം അല്ലെങ്കിൽ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിലൊക്കെയും അവർക്ക് പരാജയം നേരിട്ടിട്ടുണ്ട്. അപ്പം ആ പരാജയത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തങ്ങളുടെ ദൈവത്തെ അവർ മറന്നു കളഞ്ഞുകൊണ്ട്, ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മറന്നു കളഞ്ഞുകൊണ്ട്, ആ ഉടമ്പടി നിരാകരിച്ചുകൊണ്ട് അതിനല്പം പോലും വില കൽപ്പിക്കാതെ അവർ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, മുൻപോട്ട് അവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പരാജയം ഉണ്ടാവുന്നു. അത് പലപ്പോഴും വ്യക്തികളുടേതായ ധാർഷ്ട്യങ്ങളും അനുസരണക്കേടും അഹംഭാവവുമാണ് അതിലേക്ക് വഴിതിരിച്ചതെന്നും അതാണ് എല്ലാവരും കഷ്ടവും പ്രയാസവും അനുഭവിക്കാൻ ഇടവന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അകത്തെ ശത്രു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ജനം തന്നെയാണ്, ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ദൈവത്തെ അനുസരിക്കാത്ത, ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ഉടമ്പടികളെ നിരാകരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് ശത്രുക്കൾ എന്നിവിടെ പേര് പറയുന്നത്. അത് അവർ അകത്തെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവജനത്തിൻ്റെ ഇടയിലുള്ള ഇസ്രയേൽ ഗോത്രങ്ങളിലുള്ള പാളയങ്ങളുള്ള വ്യക്തികൾ അങ്ങനെ പെരുമാറുമ്പോഴാണ് അവരെ ശത്രുക്കൾ അല്ലെങ്കിൽ അകത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ നാം മനസ്സിലാക്കുന്നത് ഈ ഭാഗത്ത് നാം കാണുന്ന അകത്തെ ശത്രു ആരാകുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, നാം നേരത്തെ പഠിച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ ആഖാൻ തന്നെയാണ്. ഇവിടെ ആഖാൻ എന്തുകൊണ്ടാണ്
ഒരു ശത്രുവായിട്ട് മാറുവാൻ ഇടയായി തീർന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ പ്രധാനമായിട്ടും 2 കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ആ, ആഖാന്റെ പാപവും ഇസ്രയേലിന്റെ സ്വന്തം ശക്തിയിലുള്ള അമിത വിശ്വാസവും, അതാണ് ഒന്നാമത്തെ കാരണം അവർക്ക്. അപ്പം ആഖാൻ ചെയ്ത പാപം 1. 2, ഇസ്രയേലിന് അവരുടെ സ്വന്തം ശക്തിയിൽ ഒരു അമിത വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇസ്രയേൽ ജനം ഹായ് പട്ടണം പിടിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ആ ഹായ് പട്ടണം വളരെ ചെറുതാണ്, അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ പോയി കഷ്ടപ്പെടേണ്ട. 2000-3000 പേർ ഉണ്ടെങ്കിൽ ഹായ് പട്ടണം നിസ്സാരമായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. അതിന് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിന് ആരുടെയും സഹായം വേണ്ട, അതിന് ആരുടെയും ഒത്താശ വേണ്ട, നമ്മളെ ആരും പിന്നിൽ നിന്ന് സഹായിക്കേണ്ടാവുന്നൊരു തോന്നൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുകയും അപ്പം അതുകൊണ്ട് നിസ്സാരമായിട്ട് അവർക്ക് ഹായ് പട്ടണം പിടിച്ചെടുക്കാൻ കഴിയും. കാരണം യെരിഹോ പട്ടണം പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നൊരു ഒരു അമിത വിശ്വാസം അവരിൽ തന്നെ അവർക്ക് തോന്നി. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ദൈവത്തിൻ്റെ സഹായമോ ദൈവത്തിൻ്റെ സാന്നിധ്യമോ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളോ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് അവർ അവരുടെ പാപം അവർക്ക് ഹേതുവായിരുന്നു. രണ്ടാമത്തത്, ഹായിക്കെതിരെ ആക്രമണത്തിന് മുമ്പ് കർത്താവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് ആലോചിക്കുവാനോ ആലോചന ചോദിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്നറിയുവാൻ സമയം കണ്ടെത്തുവാനോ അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ള ക്ഷമ അവർ കാണിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. കാരണം ഹായ് പട്ടണം നിസ്സാരമായിട്ട് അവർക്ക് പിടിച്ച് അവരെ തോൽപ്പിച്ച് അത് കൈയടക്കാം, അതിന് മറ്റ് സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒത്താശ വേണ്ട എന്നുള്ള ധാരണ അവർക്ക് വന്നിരുന്നത് കൊണ്ടാണ് ഈ ഒരു പരാജയം ഇസ്രായേൽ ജനത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് വളരെ കുറച്ച് ജനമുള്ള അല്ലെങ്കിൽ അതിന് യെരിഹോ പട്ടണത്തെക്കാൾ താരതമ്യേന വളരെ ചെറിയ പട്ടണവും കുറച്ച് ആൾക്കാരുമുള്ള ഹായിയോട് തോൽക്കുവാൻ മാത്രമല്ല അനേകായിരങ്ങളെ അവിടെ മരണത്തിലേക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നതും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആഖാന്റെ പാപം. 2, ഇസ്രായേൽ ജനത്തിന് ദൈവത്തിനോട് ആലോചന ചോദിക്കാതെ അവരുടെ സൈന്യ ശക്തിയിലോ അവരുടെ അല്ലെങ്കിൽ അവരുടെ ബലത്തിലോ അമിതമായ അല്ലെങ്കിൽ വിശ്വാസം അവർക്ക് ഉണ്ടായി ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ആഖാന്റെ പാപത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആഖാന്റെ പാപം അല്ലെങ്കിൽ ആഖാന്റെ പ്രവൃത്തിയെ ഒരു സാധാരണ പാപപ്രവൃത്തി എന്നതിൽ തുടങ്ങി അതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ അല്ലെങ്കിൽ പരിണിത ഫലം ഒരു വലിയ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പാപം ചെയ്ത ഒരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അപ്പം അതിനെ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ 5 ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കുന്നുണ്ട് ആഖാന്റെ പാപത്തെ സംബന്ധിച്ച്. അതിൽ ഒന്നാമത്തത് അബാർ എന്ന് പറയുക. അബാർ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കിടക്കുക. എന്നാൽ യെരിഹോ പട്ടണത്തിലേക്ക് അതിക്രമിച്ച് കിടന്നതല്ല, ദൈവം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ അതിനപ്പുറമായിട്ട് ചെയ്യുക എന്നത്. 2, ശപഥാർപ്പിതം എടുക്കുക. ഇപ്പോൾ ദൈവം യഹോവയ്ക്ക് ശപഥാർപ്പിതമായി മാറ്റണം അല്ലെങ്കിൽ കാണണം എന്ന് കരുതിയ ഒരു വസ്തുക്കളിലും ഇസ്രായേൽ മക്കൾ ആരും തൊടുവാനോ എടുക്കുവാനോ പാടില്ല എന്നത് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്, അല്ലെങ്കിൽ ദൈവം ചെയ്ത അവർക്കുമായിട്ട് ചെയ്തൊരു അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് അല്ലെങ്കിൽ അത് പാലിക്കുവാനോ അതനുസരിക്കുവാനോ കഴിയാതെ ആ ശപഥാർപ്പിതം എടുത്തു എന്നത്. മൂന്നാമത്, മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ എടുക്കുന്ന ഏത് കാര്യങ്ങളും അത് എവിടെ നിന്നായാലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരോടുള്ള നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ നാം ഇങ്ങനെ അനുസരണം കൂടാതെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ ആരെങ്കിലും അനുവാദം ഇല്ലാതെ ആരെങ്കിലും നമ്മളെ അനുവദിക്കാതെ നമ്മൾ എന്ത് കൈക്കലാക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്ത് കാര്യങ്ങൾ നാം കൈക്കലാക്കുന്നോ അത് മോഷണത്തിന് തുല്യമാണ്. 4, വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന ചെയ്യുക. അപ്പോൾ ദൈവത്തോടൊരു വലിയ വിശ്വാസവഞ്ചന ഇവിടെ ആക്കാൻ ചെയ്യുന്നു. കാരണം ദൈവം പറഞ്ഞ ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് ശപഥാർപ്പിതമായ വസ്തു എടുക്കരുത് എന്ന് ദൈവം നിർദ്ദേശിച്ചിട്ടും അത് ഓർക്കാതെ അല്ല അതിന് പ്രാധാന്യം കൊടുക്കാതെ അതിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നഗ്നമായിട്ട് ലംഘിച്ചുകൊണ്ട് ദൈവത്തോട് വഞ്ചന കാണിച്ചു. 5, മോഷ്ടിച്ച വസ്തു അവർ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഒരിക്കലും അവർ ആ പട്ടണത്തിൽ നിന്ന് എടുക്കാൻ ദൈവം അനുവാദം കൊടുത്ത ആ സാധനങ്ങൾ അത് പ്രത്യേകമായിട്ട് വേർതിരിച്ച് വെക്കുകയും അത് അവർക്ക് എടുക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ അല്ലെ ശപഥാർപ്പിതമായി കണക്കാക്കണം എന്ന് പറഞ്ഞ കാര്യം ദൈവം അനുവാദം കൊടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു വെച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ ആക്കാൻ അവിടെ ചെയ്തു. അപ്പം ചെയ്ത പ്രവൃത്തി മറ്റൊന്നുമല്ല, അവിടുത്തെ കണ്ട ഏറ്റവും ഒരു ബാബിലോണിയ മേലങ്കിയും അതുപോലെ 200 ശേക്കെൽ വെള്ളിയും സ്വർണവുമാണ് എടുത്തത്. അതെടുത്ത് പാളത്തിൽ കൊണ്ടുവന്ന്
കുഴിച്ചിട്ടു. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയാണ് ആഖാൻ ചെയ്തത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ചെയ്തതിലൂടെ എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ പാപം ആഖാൻ ദൈവത്തോട് ചെയ്തു, ലംഘിച്ചു, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഉടമ്പടി എത്രമാത്രം ആഖാൻ അത് അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അനുസരിക്കാതെ അതിനെ തുടർന്ന് എത്രമാത്രം പാപങ്ങൾ ചെയ്യുവാനും ആ പാവം ദൈവസന്നിധിയിൽ എത്രമാത്രം വലിയ പാവമായിട്ട് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തെ കണക്കാക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഇസ്രയേൽ ജനത്തോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു സമൂഹത്തോടാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ജനത്തോടെന്ന് പറയുമ്പം സകല ഇസ്രയേലിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അതൊരു വ്യക്തിയോടല്ല, അല്ലെങ്കിൽ യോശുവോടും അല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തിയോടല്ല, അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരോടല്ല, പ്രഭുക്കന്മാരോടല്ല, മറിച്ച് സകല ജനത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അപ്പോൾ ആ ഒരു ഉടമ്പടി ആര് ലംഘിച്ചാലും ആ ജനത്തിന് മൊത്തം ആ ലംഘനത്തിൻ്റെ അനുഭവം ഉണ്ടാവണം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണതഫലം ഉണ്ടാവണം. അതാണ് അതിൻ്റെ നിയമം. അപ്പം അതുകൊണ്ടാണ് വാസ്തവം പറഞ്ഞാൽ ഈ ആഖാന്റെ ലംഘനം എന്ന് പറയുന്നത് ഒരു ദൈവത്തോട് സമൂഹം ചെയ്യുന്ന ലംഘനമായിട്ട് കാണുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പാപം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പാപം ഒരു സമൂഹത്തെ മുഴുവനും, അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ മുഴുവനും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ യോശുവയുടെ 11 പറയുന്നത്, ഇസ്രയേൽ പാപം ചെയ്തു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ജനം അതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, 2 വ്യക്തികളായിക്കൊള്ളട്ടെ, അല്ലെ അത് കൂടുതൽ വ്യക്തികളായിക്കൊള്ളട്ടെ, അപ്പോൾ ഇവരെ ഒരു സമൂഹം നിലയിൽ ദൈവം ഒരു ഉടമ്പടി അവരോട് ചെയ്യുമ്പോൾ ആ ഉടമ്പടി ആര് ലംഘിച്ചാലും ആ ജനം ആ ഉടമ്പടി ലംഘിക്കുന്നത് തുല്യമാണ്. അപ്പം അതുകൊണ്ട് ആ പാപത്തിൻ്റെ അനന്തരഫലം ആ ജനം അനുഭവിക്കണം എന്നത് നിയമമാണെങ്കിലും അതിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ദൈവം വീണ്ടും കരുണയും അല്ലെങ്കിൽ ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് അതിലേക്ക് പോകാതെ ആ പാപം ചെയ്ത വ്യക്തികളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് തക്കാതെ ശിക്ഷ കൊടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദൈവം വരുമ്പോൾ വീണ്ടും ദൈവം തൻ്റെ കരുണ ആ ജനത്തോട് കാണിക്കുകയും തന്നോട് ലംഘനം ചെയ്ത ഒരു ജനസമൂഹത്തെ മുഴുവനും വാസം പറഞ്ഞാൽ ആ ഒരു പാപത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ വിടാതെ, അവിടെ തോൽവി ഉണ്ടായത് ശരിയാണ്, ആ തോൽവി ഉണ്ടായത് കാരണം ദൈവമല്ല, അത് ഇസ്രായേൽ ജനം തന്നെയാണ്. അപ്പം അവിടെ അത്രയും പേര് പട്ടുപോകാൻ അല്ലെങ്കിൽ മരിച്ചുപോകാൻ ഇടയായി തീർന്നു, അതിൻ്റെ കാരണവും അവർ തന്നെയാണ്. അല്ലെ, അവർക്ക് അവരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി പോകേണ്ടി വന്നു, അതിൻ്റെ കാരണവും അവർ തന്നെയാണ്. ഇതൊക്കെ ആ ലംഘനത്തിൻ്റെ നേരിട്ടുള്ള പരിണതഫലം അവരനുഭവിച്ചേ പറ്റൂ. കാരണം അവർ ചെയ്ത കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഏത് ദോഷവും അവരനുഭവിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. അവിടെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിന് ബാക്കിയുള്ള ദൈവത്തിന് ഉള്ള പങ്ക്, അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ടതായ ആ പങ്കിൽ ദൈവം അവർക്ക് വീണ്ടും ക്ഷമ കാണിക്കുകയും അവരുടെ ദയ കാണിക്കുകയും ആ വലിയ അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് മറ്റ് ജനത്തെ വിടുവിച്ചുകൊണ്ട് ആ ശിക്ഷ, അല്ലെങ്കിൽ ആ പാപം ചെയ്ത വ്യക്തി ഏതാണോ ആ വ്യക്തിയെ തിരഞ്ഞ് പിടിച്ച്, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഗോത്രത്തിലേക്ക് വരികയും ഗോത്രത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് വരികയും കുടുംബത്തിൽ നിന്ന് വ്യക്തികളിലേക്ക് വന്നുകൊണ്ട് ആ പാപത്തെ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ താഴ്ത്തി കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആ പാപത്തിൻ്റെ ബാക്കിയുള്ള അനന്തരഫലങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ളൊരു വലിയ ക്ഷമയും അല്ലെങ്കിൽ ഒരു വലിയ മനസ്സിലും ദൈവം കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആഖാന്റെ പാപം നമുക്കറിയാം എന്താണെന്ന്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ആഖാൻ ചെയ്ത പാപം ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചു എന്നതാണ്. അപ്പം ശബ്ദാർപ്പിതമായ ഒരു വസ്തുക്കളും ആരും തുടരുത്, എടുക്കരുത് എന്ന കാര്യം ആഖാൻ ലംഘിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആഖാന്റെ പാപം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിലേക്ക് നമ്മളുടെ ഉൽപ്പത്തിയിൽ കാണുന്ന ആദമിൻ്റെ ഹവ്വയുടെയും പാപത്തിന് തുല്യമാണ് എന്ന് ഈ പാഠത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഹവ്വയ്ക്ക് തോന്നിയതും മോഹമാണ്. ആ മോഹത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ലംഘനം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ആ പാപം സംഭവിക്കുന്നതും ആ ഏതൊരു തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നതും അതുകൊണ്ടാണ്. അപ്പം ഇതേ കാര്യമാണ് ഇവിടെ ആഖാന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആഖാനും പാപം ചെയ്ത് ദൈവം കൊടുത്ത ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ നിന്ന് ഗോത്രത്തിലേക്കും ഗോത്രത്തിൽ നിന്ന് കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് വ്യക്തിയിലേക്കും അല്ലെങ്കിൽ ഒരു അന്വേഷണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ പരിശോധിച്ചുകൊണ്ട് ആ പാപം ചെയ്ത വ്യക്തിയെ സഭയുടെ മുമ്പാകെ അല്ലെങ്കിൽ ജനത്തിനു മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ട് ആ വ്യക്തിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ശിക്ഷ അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിവിടെ മാത്രമല്ല. ഇപ്പം നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് യഹോവ മോശയോട്
കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുവിൻ. അപ്പം ഈ 3 പേരും ദൈവസന്നിധിയിൽ പാപം ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും അല്ലെങ്കിൽ അവരെ ആ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ യഹോവ മോശയോട് പറയാണ്, ഈ 3 പേരെയും, അതായത് കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരെ തീർച്ചയായിട്ടും പാപം ചെയ്ത വ്യക്തികൾക്ക് ഉള്ള ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ നീതി ആയതുകൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യുക, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസത്തിൽ നിന്നോ അവർ പെട്ടുപോകാതെ അല്ലെ അവർക്കും മറ്റ് ക്ലേശങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാവാൻ ഇടവരുത്താതിരിക്കാൻ വേണ്ടി അവരുടെ ഈ 3 പേരുടെ വാസസ്ഥലത്ത് നിന്ന് അവരോട് മാറിക്കൊള്ളുവാൻ ദൈവം അവിടെ ആശപ്പെടുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ 26-ാം അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ സംഖ്യാപുസ്തകം 26:11 കാണുമ്പോൾ അവിടെ ഈ കോരഹ് മറ്റുള്ളവരോടൊപ്പം മരിച്ചു പോവുകയും അല്ലെങ്കിൽ നശിച്ചു പോവുകയും എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള കാണുന്നു. അപ്പോൾ നോക്കുക, ദൈവം തൻ്റെ ശിക്ഷ നടപ്പാക്കുമ്പോൾ എത്ര കൃത്യമായിട്ടും എത്ര സത്യസന്ധമായിട്ടൊരു നീതിയോടും കൂടിയാണ് നടത്തുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ദൈവം ഒരു വ്യക്തിയുടെ മേൽ തൻ്റെ ശിക്ഷ അല്ലെങ്കിൽ നടത്തുവാൻ ചിന്തിക്കുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇസ്രായേൽ ജനത്തോട് ചെയ്ത ഉടമ്പടി ആഖാൻ ലംഘിച്ചപ്പോൾ ആഖാൻ മുഖാന്തരം വാസ്തവം പറഞ്ഞാൽ മറ്റുള്ളവർക്കും ആ ലംഘനത്തിൻ്റെ ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നുവെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് ആ ജനത്തെ വിടുവിച്ചുകൊണ്ട് അല്ലെ രക്ഷിച്ചുകൊണ്ട് അവരുടെ ദയ കാണിച്ചുകൊണ്ട് നീതിമാനായ ദൈവം, സ്നേഹമുള്ള ദൈവം ആ തെറ്റ് ആഖാനം മാത്രമോടെ ശിക്ഷിക്കുവാൻ ഇടവരുന്നു. അതുപോലെ നമ്മളിപ്പോൾ കണ്ട കോരഹായാലും നാഥാനായാലും അബീരാമായാലും അവരെ ശിക്ഷിക്കുന്നു. എന്നാൽ അവരോട് ചേർന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവം എത്ര നീതിയുള്ള ദൈവമാണ്, എത്ര സ്നേഹമുള്ള ദൈവമാണ്, എത്ര കരുതലുള്ള ദൈവമാണ്. കാരണം തന്നെ അനുസരിക്കുന്നവരെ, ബഹുമാനിക്കുന്നവരെ, തൻ്റെ അല്ലെങ്കിൽ ഉടമ്പടികളെ മാനിക്കുന്നവരെ, തൻ്റെ ന്യായപ്രമാണം പ്രമാണിക്കുന്നവരെ എത്രമാത്രം സ്നേഹത്തോടെ കരുതുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന അല്ലെങ്കിൽ രക്ഷിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ തന്നെ നമ്മൾ 1 ശമൂവേൽ 16:7 പറയുമ്പോൾ യഹോവ ശമൂവേലിനെ ഇസ്രായേലിനൊരു രാജാവായിട്ട് തിരഞ്ഞെടുക്കുവാൻ അഭിഷേക തൈലവുമായിട്ട് അയക്കുമ്പോൾ അവിടെ ശമൂവേലിനോടൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ ശമൂവേൽ ഇശായിയുടെ ഭവനത്തിൽ ചെന്ന് ഇശായിയുടെ മക്കളെ ഓരോരുത്തരെ വിളിച്ച് അവരെ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അപ്പോൾ നോക്കുക, ദൈവം എങ്ങനെയാണ് ഓരോരുത്തരെയും കാണുന്നത്, ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരെയും തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് വാസ്തവം പറഞ്ഞ ഒരു വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കാണാം, നമ്മൾ മനസ്സിലാക്കുന്നു, അറിയുന്നു. ആ വ്യക്തിയുടെ വണ്ണമോ പൊക്കമോ സൗന്ദര്യമോ ഒക്കെ നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ കഴിവിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണ്, ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ, കാരണം അത് മറ്റൊന്നുമല്ല, ദൈവം സൃഷ്ടാവായതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളെന്താണ്, ഹൃദയം എന്താണ്, നമ്മുടെ അന്തരങ്ങളിലെ വിചാരം എന്താണ് എന്ന് ദൂരത്തുനിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവമായതുകൊണ്ട് ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ശമൂവേലിനോട് പറയുന്നത്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. കാരണം നീ നോക്കുമ്പോൾ അല്ലെങ്കിൽ നീ കാണുമ്പോൾ അവൻ സുമുഖനായിരിക്കാം, സുന്ദരനായിരിക്കാം, ആരോഗ്യദൃഢഗാത്രനായിരിക്കാം, വളരെ പൊക്കമുള്ളവനായിരിക്കാം ഒക്കെ. പക്ഷേ ഇതൊന്നും ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു രാജാവിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള വ്യക്തിയുടെ യോഗ്യതയല്ല എന്ന് ദൈവത്തിൻ്റെ അറിയാമായിരുന്നുകൊണ്ടാണ് ശമൂവേലിനോട് യഹോവ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ദൈവം ഓരോരുത്തരെയും കാണുകയും ഓരോരുത്തർക്കും ആവശ്യമായ അല്ലെങ്കിൽ ക്ഷമയായാലും അവരുടെ സ്നേഹമായാലും നീതിയായാലും കരുതലായാലും കരുണയായാലും ഓരോരുത്തർക്കും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മൾ അതിൻ്റെ ആമുഖത്തിൽ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന മെമ്മറി വേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മനപ്പാഠവാക്യത്തിൽ വായിച്ചതും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ആഖാൻ വാസ്തു പറഞ്ഞാൽ ഈ പാപം ചെയ്യുമ്പോഴും യോശുവ ആഖാനെ വിളിച്ച് നിർത്തിയിട്ട് ആഖാനെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ മകനെ എന്നാണ്. അപ്പം എത്രമാത്രം അല്ലെങ്കിൽ യോശുവ ആ ആഖാനോട് സ്നേഹവും അനുകമ്പയും ദയയും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യോശുവ എത്രമാത്രം അല്ലെങ്കിൽ ആ നേതൃത്വ നിരയിൽ അനുഭവമുള്ളവനും അല്ലെങ്കിൽ ഇരുത്തം വന്ന വ്യക്തിയും വളരെ പക്വതയും കാര്യങ്ങളെ ക്ഷമയോടും അല്ലെങ്കിൽ വളരെ അവധാനതയോടും കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു നേതൃത്വം എന്ന നിലയിൽ എത്ര പക്വമായിട്ടും എത്ര അവധാനതയോടും എത്ര അല്ലെങ്കിൽ സ്നേഹത്തോടും
എത്ര ദയോടും കൂടിയാണ് ആ പാപം ചെയ്ത വ്യക്തി അഭിസംബോധന ചെയ്യുന്നത് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് യോശുവ ഒരുപക്ഷെ മോശ മുഖാന്തരം കണ്ട് മനസ്സിലാക്കി പഠിച്ച ഒരു വലിയ ഗുണങ്ങളിൽ ഒന്നായിരിക്കാം. അത് മാത്രമല്ല, ദൈവം യോശുവയെ വഴി നടത്തുമ്പോൾ, യോശുവോട് സംസാരിക്കുമ്പോൾ യോശുവയ്ക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വലിയ ദയയും സ്നേഹത്തെയും കരുതലിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഈ പാപം ചെയ്ത ആഖാനോട് പോലും മകനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ പാപം ചെയ്ത വ്യക്തിക്ക് തക്ക ശിക്ഷ ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ നീതി ആയതുകൊണ്ട് ആഖാന് ശിക്ഷ ലഭിക്കുകയും അങ്ങനെ അകത്തെ ശത്രുവായി നിലനിൽക്കുന്ന ആഖാൻ ആ പാപത്തിന് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടത് ആവശ്യമായത് ഒന്നാണ് എന്ന് യോശുവയ്ക്കും തിരിച്ചറിയാം. അതുതന്നെയാണ് ദൈവത്തിൻ്റെ തീരുമാനവും, ദൈവപക്ഷത്ത് ആയിരിക്കുന്ന ഒരു തീരുമാനവും അതിനോട് യോജിക്കുക എന്ന് മാത്രമാണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഗ്യകരമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. ഈ ഭാഗ്യകരമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നാം എന്താണ് തിരഞ്ഞെടുക്കുക? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പാഠത്തിൽ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പഠിച്ചു. ഈ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ഒരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് തിരഞ്ഞെടുപ്പും ആകാം. ഇപ്പം നമുക്ക് ലോകത്തെ തിരഞ്ഞെടുക്കാം, ലോകത്തെ സ്നേഹിക്കാം, സാത്താനെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നമുക്ക് വിശ്വസിക്കാം. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം ഇവിടെ ഈ തിരഞ്ഞെടുപ്പുകൾ, ഭാഗ്യകരമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവവചനം അനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയവരും അതിനെതിരെ പ്രവർത്തിച്ചവരും ആ ദൈവത്തിൻ്റെ ആഹ്വാനങ്ങൾ തള്ളിക്കളഞ്ഞവരും ഉടമ്പടികൾ നിരസിച്ചവരും അനുസരണ കാണിച്ചവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണ് എന്ന് അവർക്ക് ലഭിച്ചത് എന്താണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളിവിടെ എടുത്തു പറയുന്നത്, ഇപ്പോൾ ആഖാനെ നമുക്ക് എടുത്തു പറയാം, നമ്മൾ നേരത്തെ കണ്ട കോരഹിനെ എടുത്തു പറയാം, ദാതാനെ പറയാം, അഭിരാമിനെ പറയാം. അതോടൊപ്പം തന്നെ ഭാഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം അതിൽ ഒന്ന് എടുത്തു പറയാൻ പറ്റുന്നത് രാഹാബാണ്, പിന്നെ ഗബിയോന്യരാണ്. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ മറ്റ് പല വ്യക്തികളെയും ആ ഒരു ചരിത്ര ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് തങ്ങളുടേതായ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് അനുകൂലമാക്കി തങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആഖാൻ ചെയ്ത പ്രവൃത്തി രാഹാബ് ചെയ്ത പ്രവൃത്തി തമ്മിൽ ഒരു കമ്പാരിസനോട് കൊടുത്തിട്ടുണ്ട്, താരതമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാഹാബ് ചെയ്തത്, എന്താണ് ആഖാൻ ചെയ്തത്? അപ്പോൾ ദൈവം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, അതിന് നേരെ എതിരായ കാര്യം ആഖാൻ ചെയ്യുകയും, എന്നാൽ ദൈവത്തെ വിശ്വസിച്ചും ഭയപ്പെട്ടും കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്കായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്ന വ്യക്തികളെ സംരക്ഷിക്കുവാനും അവരെ രക്ഷപ്പെടുത്തുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും രാഹാബ് തീരുമാനിക്കുമ്പോൾ ആഖാൻ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടും ദൈവം പറഞ്ഞ ഉടമ്പടികളെയോ ദൈവം പറഞ്ഞ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയോ അനുസരിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ആഖാന്റെ പ്രവൃത്തിയും രാഹാബിൻ്റെ പ്രവൃത്തിയും രണ്ട് അല്ലെങ്കിൽ തലങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് വിവിധ ദിശകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ പരാജയം പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെ പല ഇടങ്ങളിലും ഇസ്രയേൽ പരാജയപ്പെടുവാനിടയായി തീർന്നത് ദൈവത്തെ നിരാകരിക്കുകയും ദൈവത്തിൻ്റെ ഉടമ്പടികളെ ലംഘിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ മറന്നുകളയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും അവർക്ക് ഈ പരാജയം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ മുൻപോട്ട് വരുമ്പോൾ പ്രതീക്ഷയുടെ വാതിൽ നമ്മളിവിടെ കാണുന്നു. പ്രതീക്ഷയുടെ വാതിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ആഘോർ താഴ്വരയാണ്. ഈ ആഘോർ താഴ്വര നമുക്ക് വലിയൊരു നാശത്തിൻ്റെയും അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെയും അനുഭവമായിട്ട് അവിടെ മാറുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നാം ഇവിടെ കാണുന്നത് ഹായി പട്ടണം പിടിക്കുവാനുള്ള ആദ്യ ശ്രമത്തിൽ ഇസ്രായേൽ ജനം തോറ്റ് പരാജയപ്പെട്ടതിന് ശേഷം ദൈവം അവരോട്, എന്നാൽ യോശുവയും മറ്റ് പ്രഭുക്കന്മാരും അവിടെ വീണ് ദൈവസന്നിധിയിൽ വീണ് സാഷ്ടാംഗം വീണ് കിടന്ന് ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ യഹോവ യോശുവയോട് പറയുന്നു, നീ എന്തിന് ഇങ്ങനെ നിലവിളിക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തു, ഇസ്രായേൽ പാപം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാപത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട സംഭവം അവിടെ വിവരിക്കുന്നു. അങ്ങനെ ആഖാന് പിടിപെടുകയും
ആഘാനത്തൊക്കെ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നതിന് ശേഷം ഹായ് പട്ടണം പിടിക്കുവാൻ ദൈവം അവർക്ക് ആലോചന കൊടുത്ത പ്രകാരം യോശുവയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ ഹായ് പട്ടണം പിടിക്കാൻ പോവുകയും അതോടുകൂടി ഒരു വലിയൊരു ജനസമൂഹം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഹായ് പട്ടണത്തെ പിടിക്കുവാൻ വേണ്ടി പതിയിരുന്നു കൊണ്ട് ആ തന്ത്രങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ യോശുവയും അതുപോലെ കൂടെയുള്ളവരും ഈ ആഘോർ താഴ്വരയിലാണ് പാളയമടിച്ച് അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഈ ഹായ് പട്ടണത്തിനെതിരെ ചെല്ലുകയും അങ്ങനെ യോശുവയും ആ ജനങ്ങളും ഹായ് പട്ടണത്തിന് നേരെ കടന്നു ചെല്ലുമ്പോൾ അത് കാണുന്ന ഹായ് പട്ടണത്തിലെ ജനങ്ങൾ വീണ്ടും ഇവരെ ആദ്യത്തെ പോലെ തോൽപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇറങ്ങി വരുമ്പോൾ യോശുവ നേരത്തെ പതിയിരിപ്പുകാരോട് പറഞ്ഞിരുന്ന നിർദ്ദേശം അനുസരിച്ച് അവർ പട്ടണത്തിലേക്ക് പുറത്തേക്ക് ഓടുമ്പോൾ ഈ ഹായ് പട്ടണത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവരെ അല്ലെങ്കിൽ അനുഗമിച്ചുകൊണ്ട് അവർ പട്ടണത്തിന് പുറത്തിറങ്ങി ഇവർ തോറ്റോടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ തോൽവി സംബന്ധിച്ച് ഓടുന്ന രീതിയിൽ അവർ പട്ടണം വിട്ട് പുറത്തേക്ക് ഓടുമ്പോൾ ആ പട്ടണത്തിലെ സകല ജനങ്ങളും ആ പട്ടണത്തിന് പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പതിയിരിപ്പുകാർ ആ പട്ടണത്തിന് അകത്ത് കയറിയിട്ട് ആ പട്ടണം പിടിക്കുവാൻ യോശുവ ആഹ്വാനം ചെയ്ത രീതിയിൽ അവർ ആ പട്ടണം പിടിച്ചുകൊണ്ട് യോശുവ യെരിഹോ പട്ടണത്തിന് നേരെ ഹായ് പട്ടണത്തിന് നേരെ തൻ്റെ കയ്യിലുണ്ടെന്ന കുന്തം ഏന്തുമ്പോൾ ആ ജനം ഹായ് പട്ടണത്തിനുള്ളിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനം ഹായ് പട്ടണത്തിന് തീയിടുകയും ഈ തീ ഇട്ട് ആ പട്ടണത്തിൽ നിന്ന് തീയും പുകയും ആകാശത്തിലേക്ക് ഉയരുന്നത് കണ്ട് ഹായ് പട്ടണത്തിലെ ജനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അമളി മനസ്സിലാക്കുകയും അവർക്കാർക്കും തിരിഞ്ഞ് വരുവാൻ കഴിയാത്ത രീതിയിൽ ആ പട്ടണം അടയ്ക്കപ്പെടുകയും അവർ സകല വ്യക്തികളെയും പൂർണ്ണമായിട്ട് അവിടെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നത് വരെ യോശുവ തൻ്റെ കയ്യിലെ കുന്തം ഏന്തിയിരുന്നു എന്നവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആഘോർ താഴ്വര ഈ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു വലിയ പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു താഴ്വരയായിട്ട് മാറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ദൈവം തൻ്റെ മക്കൾക്ക് തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും തൻ്റെ കൽപ്പനകളും തൻ്റെ പ്രമാണങ്ങളും വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തിന് തോൽവി സംഭവിച്ച ആ ഇടത്ത് തന്നെ അവർക്ക് വിജയം നൽകുകയും അവരെ വിജയത്തിൻ്റെതായ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പരാജയം സംബന്ധിച്ചു, ഒരു പരാജയം അനുഭവിച്ചു, ആ പരാജയത്തിൻ്റെതായ വേദനയും നിരാശയും ദുഃഖവും ഒക്കെ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ അതേ അവസ്ഥയിൽ അതേ സ്ഥലത്ത് അതേ സാഹചര്യത്തിൽ തന്നെ ആ ജനത്തെ മറ്റൊന്നും കൂടാതെ മറ്റ് പരിശ്രമം കൂടാതെ അതിലേക്ക് മറ്റൊന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ ആ ജനത്തിന് വിജയം സമ്മാനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രം വലുതാകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം തൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുക്കുക മാത്രമല്ല, എങ്ങനെയാണ് ഇസ്രായേൽ ഹായ് പട്ടണം തിരിച്ചു പിടിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ഹായിലെ ജനത്തിനും ദൈവം കൊടുക്കുന്നുണ്ട്. ഇത് യെരിഹോയിലെ ജനത്തിനും കൊടുത്തിരുന്നു. പക്ഷേ അവർക്കത് മനസ്സിലാക്കുവാനും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇവിടെയും വാസ്തവം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിലേക്ക് ദൈവജനത്തെ ദൈവം കൊണ്ടുവരുന്നത് തൻ്റെ വചനമനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ കൊടുത്ത കൽപ്പന പ്രമാണിച്ചുകൊണ്ട് യോശുവ ജനത്തോട് സംസാരിച്ച പ്രകാരം അതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടും അതനുസരിച്ചത് കൊണ്ടും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അത് എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ അവർക്ക് ഇടയായി തീർന്നത് കൊണ്ടുമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം അവിടെ പലപ്പോഴും മോശയുടെ അനുഭവത്തിലായാലും അല്ലെങ്കിൽ യോശുവയുടെ അനുഭവത്തിലായാലും പല സന്ദർഭങ്ങളിലും അവർ നേരിട്ട് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നതും അവരിലൂടെ അവർ മുഖാന്തരം യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെയും ആ ഒരു പ്രതീക്ഷയുടെ അനുഭവമായിട്ട് ആഘോർ താഴ്വര മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ യോശുവ എത്രമാത്രം ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു, അല്ലെ? മോശ വിശ്വസിച്ച പോലെ തന്നെ അല്ലെ മോശ എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിന്നുകൊണ്ട് ദൈവം പറഞ്ഞിരുന്ന സകല കാര്യങ്ങളും പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവോ അതുപോലെ തന്നെ യോശുവയ്ക്കും ദൈവത്തോട് ചേർന്നുകൊണ്ട് യഹോവ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അതിന് പ്രകാരം പ്രവർത്തിപ്പാനും അത് തന്റെ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുൻപോട്ട് നയിക്കുവാനും
അവരെ കാര്യങ്ങൾ അനുസരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അവരെ പ്രേരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ജാതികളായാലും മറ്റു ജനങ്ങളായാലും ഇസ്രയേലായാലും അവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്യന്തികമായ മഹത്വ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയണം, അല്ലെ അവർ തിരിച്ചറിയണം എന്നത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ സാക്ഷി, ദൈവത്തിൻ്റെ ശക്തിയുടെ സാക്ഷി എന്ന് പറയുമ്പോൾ ഒന്ന് 2-3 കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ദൈവജനത്തിന് ഉണ്ടാവുന്ന വിജയം, അതോടൊപ്പം ശത്രുക്കളുടെ നാശം, അതുപോലെ പാപം ചെയ്തതായ അല്ലെങ്കിൽ ശിക്ഷ, ഇതൊക്കെ ദൈവിക ശക്തിയുടെ സാക്ഷ്യമാണ്. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് യഹോവ ദൈവത്തെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ യഹോവ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ യഹോവ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും, യഹോവയ്ക്ക് എന്ത് അധികാരമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും അത് ഇസ്രായേൽ ജനം തിരിച്ചറിയുവാനും അങ്ങനെ അവരുടെ പരാജയങ്ങളിലൂടെയും അവരുടെ വീഴ്ചകളിലൂടെയും വീണ്ടും ദൈവത്തിൻ്റെ കൃപയും കരുണയും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഇടയിൽ പാപം ചെയ്തവരെ മാറ്റി നിർത്തി ശിക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള ജനത്തോട് ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ മനസ്സിലും കാണിച്ചുകൊണ്ട് അവരെ വിജയത്തിലേക്കും അല്ലെങ്കിൽ അവരെ മുന്നേറ്റത്തിലേക്കും നയിക്കുമ്പോൾ ആ ദൈവം എത്രമാത്രം അല്ലെങ്കിൽ ശക്തിയുള്ള മഹത്വമുള്ള ദൈവമാണ്. കാരണം ശത്രുക്കളുടെ മുമ്പാകെ മറ്റ് യാതൊരുവിധ കാര്യങ്ങളും ഇസ്രായേലിന് അധികം കൊടുക്കാതെ തന്നെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വിജയത്തിലേക്ക് അവരെ വഴി നടത്തുമ്പോൾ അവരെ വിജയത്തിലേക്ക് നയിച്ചതും അതിന് പിന്നിൽ അവർക്ക് സേനാനായകനായിട്ട് നിന്നതും അല്ല അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതും യഹോ തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ യഹോയുടെ ശക്തിയും മഹത്വം എത്രമാത്രമാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നത് നമ്മുടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യോശുവ പറയുന്ന കാര്യങ്ങൾ, കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞ് ഭൂമിയിൽ ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ, എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് അല്ലെ തൻ്റെ യഹോവ മഹത്വമുള്ളവന് എന്ന് വിശ്വസിക്കുന്ന ആ മഹത്വത്തിൻ്റെ ഉടമയായ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മറ്റുള്ളവർ ഭൂമുഖത്തു നിന്ന് മാറ്റിക്കളയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ദൈവമേ നീ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ജനത്തെ, അല്ലെ യഹോവ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ജനത്തെ അവരോട് നിന്റെ മഹത്വത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എത്രമാത്രം ആ ജനത്തോടും ദൈവത്തോടുള്ള വിശ്വാസവും യോശുവയിൽ ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എത്രമാത്രം യോശുവ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് എത്രമാത്രം കരുതലും സ്നേഹവും യോശുവയ്ക്കുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ തൻ്റെ കടമ ഓർമ്മപ്പെടുത്തുകയല്ല, മറിച്ച് ആ ജനത്തിനോടുള്ള യോശുവയുടെ ആ സ്നേഹം, അവരോടുള്ള കരുതല്, അവരോടുള്ള കരുണ എത്രമാത്രം ദൈവത്തെ പോലെ തന്നെ യഹോവയെ പോലെ തന്നെ യോശുവയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും മറ്റ് ജാതികളും കണ്ട് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അത് ഇസ്രായേലിൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളുടെയും അനുസരണത്തിലൂടെയും അവരുടെ ചിട്ടയായ അല്ലെങ്കിൽ പ്രവർത്തികളുടെയും മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് മഹത്വമുള്ള ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ ആ ദൈവത്തെ വിശ്വസിക്കുവാനും ആ ദൈവത്തെ ഭയപ്പെടുവാനും അങ്ങനെ ഇസ്രായേലിൻ്റെ ജീവിതവും അവരുടെ വിജയങ്ങളും അവരുടെ മുന്നേറ്റവും കണ്ടുകൊണ്ട് മറ്റുള്ളവരും ദൈവത്തിൻ്റെ മക്കളെ തീരുവാനുള്ള അവസരം അവരിലൂടെ ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം അതാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയ്ക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയായികയാൽ അവരെ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു എന്ന് മറ്റുള്ളവർ പറയുമല്ലോ എന്ന് അവിടെ മോശ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിന് ഇസ്രായേൽ ജനത്തെ അവരെ മുൻപോട്ട് നടത്തുവാൻ കഴിയാതെ വന്നു. അല്ലെങ്കിൽ മാത്രമല്ല അവരുടെ ലംഘനം കൊണ്ടും അവരുടെ പാപം കൊണ്ടും അവരുടെ വീഴ്ച കൊണ്ടും ഇസ്രായേൽ ജനത്തിന് യോശുവ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമോ അവരുടെ മുൻപോട്ട് അവരെ നയിക്കുവാനോ കഴിയാതെ വന്നാൽ വാസ്തവത്തിൽ മറ്റുള്ളവർ എന്ത് പറയും? ഇപ്പം യഹോവയ്ക്ക് ഈ ജനത്തെ മുൻപോട്ട് അല്ലെങ്കിൽ വാഗ്ദത്തദേശം അവർക്ക് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരെ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു മറ്റുള്ളവർ പറയുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർ 2 കാര്യങ്ങൾ അവിടെ യോശുവയുടെ മനസ്സിൽ വളരെ ഒരു ചിന്താഭാരമായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ മറ്റുള്ളവർ അങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയരുത്, യഹോവയെക്കുറിച്ച് പറയരുത്, മറിച്ച് തന്റെ ജനത്തെ വാഗ്ദത്തനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യവും യോശുവയ്ക്ക് ഒരുപോലെയാണ്. അതുകൊണ്ടാണ് യോശുവ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയ ദിവ്യനമേ,
അപ്പോൾ നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമശിഷ്ടങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടോ എത്രമാത്രം കരുതലും അവരെക്കുറിച്ചുള്ള ചിന്തയും നമുക്കുണ്ട്, നമ്മളെ ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മറ്റുള്ളവരെ അല്ലെ വിടുവിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവരെ ആനയിക്കുവാനും, അങ്ങനെ ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അവർ മാറി ദൈവഭാഗത്തേക്ക് വന്ന് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നല്ല വ്യക്തികളായിട്ട് ദൈവം നൽകുന്ന നല്ല അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ നല്ല അവസ്ഥയിൽ സന്തോഷത്തിൽ സമാധാനം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ അവർക്ക് വരുന്ന പ്രതിഫലങ്ങൾ, അല്ല അവർക്ക് വരുന്ന ദോഷം, അവർക്ക് വരുന്ന നാശം മുഖാന്തരം ദൈവത്തെ മറ്റാരും പഴിക്കുവാനും ഇടവരരുത് എന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം യോശുവ യഹോവയെ ദൈവത്തെയും അവൾ എന്ന ജനത്തെയും സ്നേഹിക്കുകയും കരുതുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ദൈവമക്കളാവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം നമ്മുടെ സമശിഷ്ടങ്ങളോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളോടോ നമുക്ക് അങ്ങനെ ഒരു കടപ്പാട്, നമുക്ക് അങ്ങനെ ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ നാം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനത്തിൻ്റെ ആത്മീയമായ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പോൾ ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന മക്കളെന്ന നിലയിൽ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ, പ്രവർത്തിപ്പാനും അവരുടെ മുമ്പാകെ നമുക്ക് സാക്ഷ്യമുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി നിൽപ്പാൻ കഴിയുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആഖാനെ പോലെയുള്ള അല്ലെങ്കിൽ ലംഘനം ചെയ്ത പാപം ചെയ്ത വ്യക്തികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവരായിട്ട്, ഭാഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ഉള്ളവരായിട്ട്, പ്രതീക്ഷയുടെ അല്ലെങ്കിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാമത് വരുമ്പോൾ സ്വീകരിപ്പാനും ഒരുങ്ങുവാനും, രണ്ടാമത്തെ വരവെങ്കിൽ നാമും സന്തോഷവും അല്ലെങ്കിൽ വിശ്വാസമുള്ളവരായിട്ട്, പ്രത്യാശയുള്ളവരായിട്ട് നിലനിൽക്കുവാനും, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ പ്രവർത്തനങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ അതിന് നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരുവാനും ഒരുങ്ങുവാനും ഈ തിരുവചന പഠനങ്ങൾ നമ്മളെ സഹായിക്കുവാനും ഇതിലെ പാഠങ്ങളും ഇതിൽ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഓരോ ദിവസവും നമുക്ക് നല്ല ആത്മീയമായിട്ട് നമ്മളെ ഉറപ്പിക്കുവാനും പ്രത്യാശ നൽകുവാനും നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഉപസംഹരിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു അവസരം വീണ്ടും എനിക്ക് ദൈവം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാഠത്തിൻ്റെ അവസരമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ എന്നുള്ള ദൈവമേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ വചനം പഠിക്കുവാനുള്ള അവസരമോട് നൽകി തന്നല്ലോ. കർത്താവേ, ഞങ്ങൾ പഠിച്ച പാഠത്തിൽ നിന്ന് കർത്താവേ, ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ ഉടമ്പടികളെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ലംഘിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് ആവശ്യമായ ശിക്ഷ അവരുടെ ജീവിതത്തിൽ നൽകുവാനും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വചനം പ്രമാണിക്കുന്നവർക്കും ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കും ആവശ്യമായ അനുഗ്രഹം, അവരുടെ രക്ഷ, അവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ യഹോവ നീതിയും സ്നേഹവും കരുണയുമുള്ള ദൈവമാണ് എന്ന് അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഈ പാഠത്തിൽ നിന്ന് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവിടുത്തെ ഉടമ്പടി അടിയങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വ്യക്തികളായിട്ട് അടിയങ്ങൾ ആരും പാപം ചെയ്ത് അടിയങ്ങൾ വീണു പോകാതെ ഞങ്ങളുടെ സമൂഹത്തിന് പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാൻ അടിയങ്ങൾ ഇടയായിത്തീരാതെ അടിയങ്ങൾ നിശ്ചയദാർഢ്യമുള്ളവരായി തീരുമാനമുള്ളവരായി ദൈവസന്നിധിയിൽ അടിയങ്ങളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നവരായി ജീവിപ്പാൻ അടിയങ്ങളോട് സഹായിക്കണം. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന, ഈ പാഠം പഠിക്കുന്ന എല്ലാത്തിനും മക്കളെയും അവിടുത്തെ കൃപ ധാരാളമായിട്ടോട് നൽകണം. ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണം. സമാധാനത്തിൽ നിറയ്ക്കണം. മാനവബോധ കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആജീവനെ തന്ന യേശുവിനെ നാം ചോദിക്കുമ്പോൾ കൃപയോക്കണം. നല്ല ദൈവമേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ആമേൻ.